കോട്ടയം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, കോട്ടയത്തെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അവിടേക്ക് ഭക്തരുടെ ഒരു തിരക്ക് എങ്ങനെയാണ് രാവിലെ? തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് തന്നെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കാണുന്നത്. ഇപ്പോൾ ശീവേലി ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള, ഐതിഹ്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ശിവരാത്രി ദിനത്തിൽ വൈക്കം മഹാദേവനെ കണ്ട്, വൈക്കത്തപ്പനെ കണ്ട് വ്രതം ആരംഭിക്കുക, അത്തരം അനുഷ്ഠാന ചടങ്ങുകളിലേക്ക് കടക്കുക എന്ന് സംബന്ധിച്ച് കോട്ടയം ജില്ലക്കാരെ സംബന്ധിച്ചോളം, ശിവഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകളും മറ്റും ഈ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വിശേഷാൽ പൂജകളും നിവേദ്യവും അടക്കം പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. പിന്നീട് കാവടി അഭിഷേകവും ശ്രീഭൂതബലി, ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, അത്തരം ലക്ഷദീപം അടക്കമുള്ള ചടങ്ങുകളോടുകൂടിയാണ് ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. തന്ത്രിമാരായ ഭദ്രകാളി, മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി, അതുപോലെ തന്നെ കിഴക്കിയേടത്ത് മേക്കാട്ടില്ലത്ത് മാധവ നമ്പൂതിരി, മറ്റു മേൽശാന്തിമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ക്ഷേത്രത്തിൽ ശ്രീവേലിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത്. ശ്രീവേലി എഴുന്നള്ളിപ്പ് പുറത്തേക്ക് എത്തുകയും 2 തവണ പ്രദക്ഷിണം പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ഭക്തജനങ്ങൾ വൈക്കത്തപ്പനെ കണ്ട് സായുജ്യമടഞ്ഞ് ഇത്തരത്തിൽ ശിവരാത്രിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവരാത്രി വ്രതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലേക്ക്, ചടങ്ങുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭക്തിപൂർവ്വമുള്ള അന്തരീക്ഷം തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ പുലർച്ചെ ഇത്തരത്തിൽ ഈ മഹാദേവ ക്ഷേത്രത്തിൽ നമശിവായ മന്ത്രങ്ങളുമായി ഭക്തജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. നമുക്കിവിടെ നിന്ന് സാക്ഷ്യം വഹിക്കാനാവും. നമുക്കറിയാം, എപ്പോഴും വൈക്കം ക്ഷേത്രം എന്ന് പറയുന്നത് ജനനിബിഡം തന്നെയാണ് ആകാറ്. ഏത് ചടങ്ങുകളുണ്ടെങ്കിലും വിവിധ ഇടങ്ങളിൽ നിന്ന്, കോട്ടയം ജില്ലകളിൽ നിന്ന് മാത്രമല്ല വിവിധ സമീപ ജില്ലകളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ വൈക്കത്തപ്പനെ കണ്ട് കാണുക എന്ന് പറയുന്നത് വളരെ സായുജ്യം തേടുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിശേഷ ദിവസങ്ങൾ എന്നില്ല, എല്ലാ ദിവസവും ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തജനങ്ങൾ ഓരോ ദിവസവും എത്തിച്ചേരുന്നു. ഇവിടുത്തെ വിവിധ ചടങ്ങുകളുടെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീവേലി എഴുന്നള്ളിപ്പുകൾ കൂടുതൽ ഭക്തിസാന്ദ്രമായിട്ടുള്ള രീതിയിലേക്ക് ചടങ്ങുകൾ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീവേലി ദർശനമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഗോപുരനടയിൽ ശ്രീവേലി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ കൂടി നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ 3ാമത്തെ പ്രദക്ഷിണമാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീവേലി. ഇപ്പോൾ ഭഗവാന്റെ കുടമ്പുമായി ശ്രീവേലി ആചാര്യന്മാർ പുറത്തേക്ക് വിളിച്ചിട്ടുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് മിഥുൻ അയ്യപ്പൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ ശിവേലി എഴുന്നള്ളത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. മിഥുൻ തുടരാം. ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ഭക്തിപൂർവമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഈ ശ്രീവേലി ചടങ്ങ് എന്ന് പറയുന്നത്. ഈ ശിവരാത്രി വ്രത അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടും ശ്രീവേലിക്ക് വളരെ പ്രാധാന്യമാണ് ഉള്ളത്. രാവിലെ ക്ഷേത്ര ദർശനം കോട്ടയം ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് മിഥുൻ അയ്യപ്പൻ നിൽക്കുന്നത്. അവിടെ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ശിവരാത്രി ദിനത്തിൽ മഹാദേവനെ തൊഴാൻ നിരവധി ഭക്തരാണ് പുലർച്ചെ മുതൽ തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും തിരികെ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും അനഘ ഹർഷൻ തുടരുന്നുണ്ട്. അനഘ, കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സംസ്ഥാനത്തെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്ന്, കോഴിക്കോട് ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ തളി മഹാദേവ ക്ഷേത്രം. അവിടേക്ക് ഭക്തർ ഒഴുകി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ.
നിഖിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ശിവരാത്രി ദിനത്തിൽ രാവിലെ 4 മണി മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക്, ഈ തളി ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തരുടെ ഒരു പ്രവാഹം തന്നെയുണ്ട്. അത് ഈ സമയമായിട്ട് ഇപ്പോൾ ഏകദേശം 7 മണി ആകാറായി. ആ സമയമായിട്ട് പോലും ഈ ഭക്തർ ഇപ്പോഴും ഈ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കോഴിക്കോട് ഒരു നഗരമധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്, തളി ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് ഭക്തരുടെ ഒഴുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഈ രീതിയിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇന്ന് വിശേഷാൽ പൂജകളുണ്ട്. മറ്റ് വൈകുന്നേരം ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി പരിപാടികളുണ്ട്. മെഗാ കോൽക്കളി അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലുള്ളത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിലേക്ക് നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും നിരവധി ഭക്തരാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ക്ഷേത്രം ജീവനക്കാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇതിപ്പോൾ രാവിലെ കാഴ്ച ശിവേലി, അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനുള്ള പൂജാവിധി കാര്യങ്ങളൊക്കെ, വൈകുന്നേരം തായമ്പക, പിന്നെ ഹൈസ്കൂളിൽ പരിപാടികളുണ്ട്, കലാപരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് തിരക്ക്? വലിയ രീതിയിലുള്ള തിരക്കല്ലേ? അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പൊ നമുക്ക് കാണാമല്ലോ, നല്ല തിരക്കുണ്ടല്ലോ, സാമാന്യം നല്ല തിരക്കുണ്ട്. നിഖിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്ക് ഇപ്പോഴും അമ്പലത്തിലേക്ക് വലിയ തിരക്കാണ് ഉള്ളത്. ഇപ്പോഴും ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിവരാത്രി ദിനത്തിൽ ദേവന് കൂവളമാല ചാർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കൂവളമാലയുമായാണ് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ പാർവതി സംവേദനായ പരമശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്നതാണ്. അതുകൊണ്ട് തന്നെ അതും കൂടി ഈ ശിവരാത്രി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് ഇവിടെ കൂവളമാല രാവിലെ ശുദ്ധി വരുത്തി ഈ അമ്പലത്തിലെത്തി ശിവന് കൂവളമാല ചാർത്തി അതിനുശേഷം ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട വ്രതം തുടങ്ങുന്നതാണ്. ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് ഈ ശിവരാത്രി ദിനത്തിലൊരു അവർ സ്വീകരിക്കുന്ന ഒരു ആചാരം എന്ന് പറയുന്നത് വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ വ്രതം കൊണ്ടാടുക. പക്ഷേ ഇവിടുത്തുകാരെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. രാവിലെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി ഭഗവാന് കുവളമാല ചാർത്തി അതിനുശേഷം ഒരിക്കലടക്കമുള്ള ഒരു നേരം അരിഭക്ഷണം അടക്കമുള്ള കഴിച്ച് പിന്നീട് ഉറക്കം ഉളച്ച് അതിനുശേഷം അങ്ങനെയാണ് ശിവരാത്രി ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് ശിവരാത്രി ആഘോഷം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോഴും നിഖിൽ ഈ സമയത്തും ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ക്യൂ ആണ് ഉള്ളത്. ഈ ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് വരെ നീളുന്നൊരു കാഴ്ച കൂടിയുണ്ട്. പല പ്രായക്കാരുണ്ട്, പലരുണ്ട്, അങ്ങനെ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് അത് ശിവരാത്രി ഈ ഭക്തരെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നിഖിൽ.